അവിടുത്തെ അടിപൊളി ഫുഡായിട്ടാണ് നിർത്തിയത്. ഇപ്പൊ പറയാൻ സമയമില്ല. നല്ലതായിട്ടാ എല്ലാരും വരുന്നേ. അടിപൊളിയാണ്. അതുകൊണ്ടാണ് പിന്നെ വന്ന് മേടിക്കുന്നത്. പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാണ്. നല്ല മഴയാണ്, പക്ഷെ മഴയായിട്ട് ആൾക്കാരെല്ലാം വരുന്നുണ്ട്. താങ്ക് യു മാഡം. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ച ഇത്ര ആട് ഗുണങ്ങളുള്ള കാരണം എന്താണെന്ന്. ഒരു പീസ് ചിക്കനും റൈസ് വയറ് നിറച്ച് 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് കുത്തിക്കോരിയാണ് ചോറ് കൊടുക്കുന്നത്. പത്തനംതിട്ട അറിഞ്ഞു വന്നേ. 100 രൂപയുള്ളൂ. ഞാൻ സ്ഥിരം മേടിക്കുന്നത്. പണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്, ഉസ്താദാണ്. കുറേ പള്ളികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ജീവിതമായിരുന്നു. പിന്നെ അതിനുശേഷം ഗൾഫിൽ ഒരു 10-12 വർഷം ഗൾഫിൽ വെച്ച് പഠിച്ചതാണ് ഈ പാചകത്തിൻ്റെ കുറിച്ച്. ഹോട്ടൽ ഫീൽഡായിരുന്നു. 10-12 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്ന് ഞാൻ പിന്നെ പള്ളിയിൽ ജോലി കയറി. പിന്നെ അതിനുശേഷം എനിക്കൊരാഗ്രഹം, ഒരു പാചകത്തിൻ്റെ ഒരു സംരംഭം തുടങ്ങിയാലോ. അങ്ങനെ കുറേ വർഷത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മന്തി പരിപാടി തുടങ്ങിയത്. ആൾക്കാർ നല്ല സഹകരണം, കാത്തിരിക്കും. അതെ, എല്ലാവരും നല്ല സഹകരണമാണ്. ഇതിൽ ഞാനും വൈഫും കൂടെയാണ്. വൈഫിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവരെല്ലാവരും നമ്മൾക്ക് എല്ലാവരും സഹായിക്കും. ജോലിക്കാരൊന്നുമില്ല, കുടുംബക്കാർ മാത്രം. ഞങ്ങളിവിടെ ഒരു 11:45-12 മണിയാകുമ്പോൾ ഇവിടെ എത്തും. കാത്തു നിൽക്കും തീർച്ചയായും. അതെ, ആൾക്കാർ കാത്തിരിക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പീസ് ചിക്കനും പിന്നെ 2 പേർക്ക് അടുത്ത് കഴിക്കാവുന്ന രീതിയിലുള്ള റൈസുമാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ചിക്കന് എത്ര രൂപയാണെങ്കിലും നമ്മൾ ഈ ഒരു റേറ്റിലായിരിക്കും ഇവിടെ കച്ചവടം നടക്കുന്നത്. 100 രൂപ. ചിക്കന് മാത്രമല്ല, അരിക്കൊക്കെ നല്ല. ഞാൻ ഇന്ത്യ ഗേറ്റാണ് റൈസായിട്ട് ഉപയോഗിക്കുന്നതിന് മന്തിക്ക്. അപ്പോൾ ഇന്ന് ഇന്ത്യ ഗേറ്റിനൊക്കെ നല്ല വിലയായി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കടയിൽ ചെന്ന് ചോദിക്കുക ഇന്ത്യ ഗേറ്റിന് എത്ര രൂപ ഉണ്ടെന്ന്. എന്നാലും എത്ര രൂപ ആണെങ്കിലും ഞാൻ ഈ 100 രൂപ കച്ചവടം ചെയ്യും. അതിന് കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല ഫുഡാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആരും ഇതുവരെ മോശം ഇതുവരെ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും മുതലാവെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ചിലവിനുള്ള പൈസ, ഒരുപാട് പൈസ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മളങ്ങനെ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമുക്ക് ചിലവിനുള്ളത് കിട്ടുന്നുണ്ട്. ഇത് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, പിന്നെ ചെങ്ങന്നൂർ, പന്തളം, അടൂര്, അവർക്ക് നഷ്ടം. പക്ഷെ ഞാൻ വിളിച്ച് പറയുന്നു വരണ്ട, അത്ര ദൂരക്കുള്ളല്ലേ എന്ന് പറയും. പിന്നെ അവര് ഉസ്താനടുത്ത് മേടിക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകം വരാറുണ്ട് ഇവിടെ. സ്ഥലം ആലപ്പുഴ ജില്ലയില് മാവേലിക്കര പന്തളം റൂട്ടില് മാങ്കാങ്കുഴിക്കും ഇരട്ടപ്പള്ളിക്കൂടത്തിനും മധ്യത്തിലായിട്ടാണ് നമ്മളുള്ളത്. ഞങ്ങളൊരു 11:45-12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ശനിയും ഞായറും നല്ല തിരക്കാണ്. 1 മണിക്കൂർ കൊണ്ട് തീരും.